ഇന്നും ഇന്നലെ പോലെ തന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കുറച്ച് പരിപാടികളിലായിരുന്നു. കപ്പലണ്ടി വണ്ടിയുടെ ആ ഒരു ഫുൾ സെറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് അതിങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുനിസിപ്പാലിറ്റി വരുന്ന പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റേതായ കാര്യങ്ങൾക്ക് അവിടുന്ന് മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അവിടെ വരെ പോയി. അവിടെ വരെ പോയപ്പോൾ അവർ അപ്പോഴും പറയുന്നത് എല്ലാ പ്രൂഫുകളും സബ്മിറ്റ് ചെയ്തു. ഒറിജിനൽ ആധാരമാണ് അവർ സബ്മിറ്റ് ചെയ്യാൻ പറയണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ഞാൻ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. കുറി കമ്പനിയിലാണ് ആധാരം ഇരിക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അറിയില്ല. കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ കൊണ്ടുവന്നു തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറി കമ്പനിക്കാർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആധാരം തൽക്കാലം എൻ്റെ പകരം ഏതെങ്കിലും ഒരു ആധാരം അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ രാകേഷിൻ്റെ ആധാരം കുറി കമ്പനിയിൽ നിന്ന് വിട്ടു തരാമെന്ന് കുറി കമ്പനിക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. എഞ്ചിനീയറിൻ്റെ കാശ് കൊടുത്തിട്ടില്ല. എഞ്ചിനീയറുടെ കാശ് പറഞ്ഞിട്ടുണ്ട്, ഫീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ടൈറ്റിലാണ്, അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും തരാം. ഞാനിപ്പോൾ ഒരു വർക്കിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളിപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നത്. ദിയൊന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയി വന്നു. ഞങ്ങൾ ഇന്ന് പലഹാരമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. ചെറിയൊരു സാഡായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഉണ്ണിവാവിക്ക് കൃത്യമായിട്ട് വയറ്റിന്ന് പോകുന്ന രീതികളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം, അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ദിവസം മുതൽ ഇവിടെ വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഉണ്ണിക്ക് ശോധന ഉണ്ടായിരുന്നു. നന്നായി മഞ്ഞ കളറിലാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഇന്നലെ തൊട്ടിട്ട്, ശരിക്കും ഇന്നലെ കാലത്ത് തൊട്ടിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. വയറൊരു സ്തംഭനാവസ്ഥ പോലെ ഇങ്ങനെ വീർമയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ശോധന കുറവ് വന്നിട്ടുണ്ട്. ശോധന കുറവിൽ തന്നെയാണ് ഉണ്ണിയുടെ പോകുമ്പോൾ ഒരു പച്ച കളർ അതിൽ ചെറിയൊരു മിക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ, എന്തായിരിക്കും അങ്ങനെ പച്ച കളർ പോകാനുള്ള ഒരു കാരണം എന്നുള്ളത്. ഇപ്പോൾ പലവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പലവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പേടിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ കണ്ടേക്കണത്. അത് നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായി. കാരണം അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിലൂടെ ചോദിച്ചത്. പിന്നെ ഞങ്ങളുടെ കസിനായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഞങ്ങൾ ചോദിച്ചു, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദൃശ്യയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നേഴ്സാണ്. ഏത് ഹോസ്പിറ്റലിലാണ്? കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളോടും ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, കുട്ടികൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് കളറുകൾ ആഡ് ചെയ്തിട്ട് വരിക. പിന്നെ ഉണ്ണിക്ക് പിന്നെ ചോറൊന്നും കൊടുക്കാത്ത കാരണം അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബൈ ചാൻസ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ദൃശ്യ മറ്റേ പൂക്കുലലേഹ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂക്കുലലേഹ്യത്തിൻ്റെ വല്ല എഫക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂക്കുലലേഹ്യം ഇപ്പോൾ ഇന്നലെ തൊട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലോഷൻ നോക്കിയപ്പോൾ അത്ര പച്ചയില്ല, എന്നാൽ ഒരു ചെറിയൊരു പച്ച കളർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് എന്തെങ്കിലും ഇനിയിപ്പോൾ നാളെയും അതുപോലെ ചാൻസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് കുറച്ച് പ്രോഗ്രാമുകൾ പുറത്തൊക്കെ ആയിരുന്നു, മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു. പിന്നെ ബാക്കിയുള്ള നേരം കപ്പലണ്ടി വണ്ടിയുടെ പിന്നിലായിരുന്നു. അതായത് ഈ കപ്പലണ്ടി ചട്ടി വയ്ക്കുന്നതിൻ്റെ ചുറ്റും ഒരു പെട്ടിയൊക്കെ എക്സ്ട്രാ അടിച്ചു. കാരണം ഈ നീരിറക്കം കൂടുതലാണ് എൻ്റെ ബോഡിക്ക്. അപ്പോൾ നമുക്ക് ഈ ആവി അടിക്കുമ്പോഴുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ബോർഡ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നമ്മൾ കപ്പലണ്ടി വണ്ടിയുടെ ആ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വറക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് ഇന്നത്തെ ചെറിയൊരു വിശേഷമുള്ളൂ. പിന്നെ നമ്മൾ ലൈവ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. നമുക്ക് ലൈവ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ പഴയ പോലെ അങ്ങോട്ട് ഒക്കണില്ല. അതായത് ദൃശ്യ പ്രസവം കഴിഞ്ഞ സമയത്താണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും വീട്ടിൽ ഇവിടെ ഉണ്ടാവും, എങ്ങോട്ടും പുറത്തേക്ക് പോലും ഇറങ്ങാത്ത ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിരുന്നു. അന്ന് നമുക്ക് ഏകദേശം നോക്കുമ്പോൾ അറിയാം, അതായത് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം നമ്മൾ 3 വീഡിയോ 4 വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളിങ്ങനെ 3 വീഡിയോ 4 വീഡിയോ ഒന്നും ചെയ്യല്ലേ, ചെയ്യുമ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അന്നൊരു ഫ്രീ ടൈം ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും വീഡിയോ ചെയ്തത്. ഇപ്പോൾ പിന്നെ ദിയ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. എൻ്റേതായ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതൊരു സമയത്തിൽ നമുക്ക് വീഡിയോ കൃത്യമായിട്ട് പഴയ പോലെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇനി നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും നമ്മൾ യാതൊരു കുറവും പറ്റില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ടെൻഷൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന് ഈ പറഞ്ഞ പോലെ ഇറങ്ങേണ്ടതായ ഒരു കാര്യങ്ങളിലുമാണ്. അപ്പോൾ ഇച്ചിരി സ്വാഭാവികമായിട്ട് ഇത്തിരി തിരക്കുകൾ വരുമല്ലോ. ആ തിരക്കുകൾ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടണില്ല എന്ന് മാത്രം.
പിന്നെ ദിയയുടെ സ്കൂളിൽ ഇനി ഒരു ശനിയാഴ്ച ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ PTA മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രക്ഷകർത്താക്കളായിട്ട് ഞാനാണ് ദിയയുടെ സ്കൂളിലെ ആദ്യത്തെ മീറ്റിങ്ങിനാണ് ഞാൻ പങ്കെടുക്കുന്നത്. സാധാരണ ദൃശ്യമാണ് എപ്പോഴും പോവുക, കാരണം ടീച്ചർമാരൊക്കെ ആയിട്ട് ഒന്നും കൂടി കണക്ഷനും ദൃശ്യം തന്നെയാണ്. വാട്സപ്പിലൊക്കെ ഞാൻ ചെല്ലും, ജസ്റ്റ് കുട്ടീനെ കൊണ്ടാക്കും, അങ്ങനെ വരും എന്നുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൃശ്യപ്രാവശ്യം ഇങ്ങനെ ഉണ്ണിയൊക്കെ ആയിട്ടുള്ള ഇരിക്കുക കാരണം ശനിയാഴ്ച ഞാനാണ് പോകുന്നത്. എത്ര മണിക്ക് മീറ്റിംഗ്? 2 മണിക്ക്. 2 മണിക്ക് പൊതുയോഗ മീറ്റിംഗ് PTA. 1:30 മണിക്കൊക്കെ ക്ലാസ്. ഞാനപ്പോൾ എത്ര മണിക്ക് എത്തണം? ചേട്ടന് 1:30 പോയാൽ മതി. ഓക്കെ, ഒരു 1:30ക്കൊക്കെ എത്തി കഴിഞ്ഞാൽ അവിടെ മീറ്റിങ്ങിന് പങ്കെടുക്കാമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിയയുടെ സ്കൂളിലത്തെ മീറ്റിംഗ് ആണ്. എല്ലാ കുട്ടികളുടെ അച്ഛനമ്മമാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ഓക്കെ, അപ്പോൾ അച്ഛൻ വരാട്ടാ പ്രാവശ്യം ശനിയാഴ്ച. ദിയക്ക് എന്താ പറയാനുള്ളത്? വീഡിയോയിൽ പറയും. അമ്മയ്ക്ക് വരാത്ത മറ്റേ ഉണ്ണിക്കൊക്കെ പാല് കൊടുക്കണ്ടേ, അപ്പൊ അച്ഛൻ വരില്ല. പിന്നെ എന്താ ഇവരുടെ അടുത്ത് പറയാനുള്ളത് വിശേഷങ്ങള്? ഇന്ന് തള്ളുവണ്ടിക്ക് മറ്റേ അച്ഛന് വയറിക്ക് ഒടിക്കൊക്കെ ചൂടെടുക്കാണ്ട് അച്ഛൻ ഒരു പെട്ടി പോലത്തെ സാധനം ഇങ്ങനെ വെച്ചേക്ക്. എന്നിട്ട് അതില് ഒരു പെട്ടിയും കൂടി വെച്ചു, അതിലൊരു പെട്ടിയും കൂടി അതിന്റെ അകത്ത് വെച്ചു. അപ്പൊ അകത്ത് വെച്ചപ്പോ അത് തുറന്നിട്ട് അച്ഛക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അത് പൂട്ടി വെച്ചേക്കപ്പോ. അതായത് തള്ളുവണ്ടിയുടെ അടിയില് ആദ്യം എൻ്റെ തള്ളുവണ്ടിയുടെ അടിയിൽ അങ്ങനെ ഒരു സേഫ്റ്റിക്കുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നില്ല. അതായത് ഈ ചട്ടി ആയാലും ഈ മറ്റേ ഗ്യാസിൻ്റെ മറ്റേ അടുപ്പാണെങ്കിലും നമ്മൾ സാധാരണ മുകളിൽ വെച്ചിട്ട് ടാർപ്പായ മൂടിയിട്ടാണ് വരാറുള്ളത്, കയറ് കെട്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട്, ഞാൻ ഉണ്ടാക്കിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കച്ചവടം കഴിഞ്ഞാൽ വരുമ്പോൾ മുകളിലിരിക്കുന്ന സാധനങ്ങൾ ചട്ടി, പിന്നെ പേപ്പർ, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ്, അതൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ വെക്കാൻ തള്ളുവണ്ടിയുടെ അടിയിൽ ചെറിയൊരു ബോക്സ് ഉള്ളൊരു സ്പേസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സ് പൂട്ടും താക്കോലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നാളെ അതിൻ്റെ അടിയിൽ വയ്ക്കണം. അപ്പോൾ അതാണിപ്പോൾ ദിയ പറയണത്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലേ? അതല്ലേ പറഞ്ഞത്? ഓക്കെ. പിന്നെ ദിയയ്ക്ക് ഒരു കട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി. പക്ഷേ ഈ പറഞ്ഞ പോലെ വൈകിട്ടൊന്നും, ഇപ്പോൾ അതായത് കാലത്ത് ഞാൻ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനും പറ്റണില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ പണികളിലായതുകൊണ്ടാണ്, ഈ തള്ളുവണ്ടിയുടെ പണികളായതുകൊണ്ടാണ് പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ ദിയക്ക് 2 കട്ടർ വേണമെന്ന് പറഞ്ഞു. അതും സാധാരണ കട്ടറല്ല, വേറെ എന്തിട്ട് മോഡൽ കട്ടർ അല്ലേ? അത് എന്ത് കട്ടറാ പറഞ്ഞേ? ഒരു മിഠായി പോലത്തെ ഒരു കട്ടറും പിന്നെ ഒരു വേറെ സാധാ കട്ടറും. മിഠായി പോലത്തെ കട്ടറും ഒരു സാധാ ഒരു കട്ടറും. മിഠായി പോലത്തെ ഒരു കട്ടറും സാധാ കട്ടറും അല്ലേ? അതായത് ഈ റബ്ബർ ഇതിന്റെ മുകളില് വേസ്റ്റ് ഇടാനുള്ള ഒരു ഇതൊക്കെ ഉള്ള ഓരോ മോഡലുകൾ ഇറങ്ങിയിട്ടില്ലേ? മനസ്സിലായി. ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്താലോ? അതായത് ഇപ്പൊ എന്തെങ്കിലും ദിയ പറഞ്ഞ സ്ഥിതിക്ക് ദിയയുടെ അച്ഛൻ അത് മേടിച്ചു കൊടുത്തിട്ടില്ല ഏട്ടാ. മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിയനെ കൂട്ടി കൊണ്ടുപോയിട്ട് മേടിക്കാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കണത്. ഞാൻ ഇന്ന് വീഡിയോയിൽ ഞാൻ ആവശ്യപ്പെട്ട കേട്ടോ. അതായത് ഇപ്പൊ തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതാണ് നീ ഇങ്ങനെ നോക്കണത്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഒരു ആവശ്യപ്പെടുന്നത്. അതാരാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കട്ടെ. അതായത് ദിയക്കുട്ടി ഇപ്പോൾ പറഞ്ഞ കട്ടർ ആരെങ്കിലും നമ്മുടെ അഡ്രസ്സ്, അതായത് നമുക്ക് കൊറിയർ ഒക്കെ വരാറുള്ളതില്ലേ, ആ അഡ്രസ്സ് ഞാൻ പിൻ ചെയ്യാം നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും ഒരാൾ ഗിഫ്റ്റ് ചെയ്യാൻ എന്തായാലും ഒരുപാട് പേര് നമ്മുടെ വീഡിയോകളിൽ പറയാറുണ്ട്. അപ്പോൾ ഒരു കട്ടർ കേട്ടോ, ഞാനത് ആവശ്യപ്പെടുകയാണ് ദിയയ്ക്ക് വേണ്ടിയിട്ട്. പറയട്ടെ, അങ്ങനെ ഒരു കട്ടർ ദിയയ്ക്ക് തന്നെ നാണക്കേടായി, ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. അപ്പോൾ ദിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു കട്ടർ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ. ഒരു മിഠായി പോലത്തെ ഒരു കട്ടറും സാധാ കട്ടറും. ഒരു മിഠായി പോലത്തെ ഒരു കട്ടറും ഒരു സാധാ കട്ടറും ദിയക്കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്യണം കേട്ടോ. അതായത് ഒരാൾ ചെയ്താൽ മതി കേട്ടോ. അതായത് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ 2-3 ആൾക്കാർക്ക് എല്ലാവരും ഇങ്ങനെ കട്ടർ അയക്കരുത്. കാരണം ഒരാൾ കട്ടർ അയച്ചാൽ മതി. അതായത് ഈ വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ ആൾ തന്നെ ആ കട്ടറിൻ്റെ മെസ്സേജ് ഞാൻ അയക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അയക്കണം കേട്ടോ. അപ്പം ഞാൻ ആ മെസ്സേജ് ഞാൻ അതിൻ്റെ മുകളിൽ പിൻ ചെയ്തിടാം കേട്ടോ. പിന്നെ മറ്റുള്ളവർ അയക്കരുത്. അതായത് ഒരു കട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ദിയമോൾക്ക് ഒരാൾ അയച്ചാൽ മതി കേട്ടോ, കട്ടർ മാത്രം കേട്ടോ. അപ്പോൾ നമ്മളതൊരു റിക്വസ്റ്റ് പോലെ നിങ്ങൾക്കൊരു ഇത് നിങ്ങൾക്കൊരു ചാൻസും കൂടിയാണ്. നമ്മളൊരു കുറേ നാളെ ഇങ്ങനെ പിൻ ചെയ്യ് നമ്പർ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം നമ്പർ പിൻ ചെയ്യുന്നില്ല, അഡ്രസ്സ് പിൻ ചെയ്തിട്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾ കേട്ടോ, ആദ്യത്തെ ആളുടെ കമൻറ്റ് ഞങ്ങൾ വീഡിയോയുടെ ടോപ്പിൽ പിൻ ചെയ്തിടും. അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയ വീഡിയോ നമ്മൾ ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അടുത്ത നമ്മുടെ ജീവിതകഥയുടെ എത്രാം ഭാഗം? 7ാം ഭാഗം. 7ാം ഭാഗം ഇതുപോലെ സമയം കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ റൂമിൽ നിന്നുകൊണ്ട് നമ്മളൊരു ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം ഒരു ഗുഡ് നൈറ്റ് അടിച്ചിട്ട് ഒന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ?